UAE നിയമാവലിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് അജയ് കുര്യാക്കോസ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ആൻറ്റി മണി ലോണ്ടറിങ് എന്ന് പറഞ്ഞ വിഷയമാണ്. കാരണം നമുക്കറിയാം, കള്ളപ്പണം വെളുപ്പിക്കൽ, നമ്മൾ അതിനെ കൊളോക്കിയലി പറയുകയാണെങ്കിൽ, മലയാളീകരിച്ച് പറയുകയാണെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കൽ എന്നുള്ളൊരു സംഭവമാണ്. നാട്ടിൽ വളരെ കാലങ്ങളായിട്ട് തന്നെ നമ്മളെപ്പോഴും കേൾക്കാറില്ല, കള്ളപ്പണം പിടിക്കപ്പെട്ടു, കള്ളപ്പണം അടങ്ങിയ ബാഗ് കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു വിശദമായ വിപുലമായ ഒരു നിയമമാണ് UAEയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ആൻറ്റി മണി ലോണ്ടറിങ് ആക്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ UAE ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുണ്ട്. അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, UAEയിൽ കള്ളപ്പണം ട്രാൻസാക്ഷൻസ് ധാരാളമായിട്ട് നടക്കുന്നുണ്ടെന്നും അത് ഗവൺമെൻറ്റിൻ്റെ സ്ഥിരതയ്ക്ക് തന്നെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടൊക്കെ തന്നെയാണ്. അത് മാത്രമല്ല, UAEയുടെ പേര് പുറം രാജ്യങ്ങളിൽ വളരെ മോശമായിട്ട് ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് ആൻറ്റി മണി ലോണ്ടറിങ് ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് അക്കൗണ്ട് വഴിയല്ലാതെ ഒരു ട്രാൻസാക്ഷൻസും നടത്താൻ പാടില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് വഴിയും ഡെബിറ്റ് കാർഡ് വഴിയും നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻസിനെ കുറിച്ചല്ല പറയുന്നത്. നേരെ മറിച്ച് ഈ ബൈ ഹാൻഡ് ക്യാഷ് കൊടുക്കുകയും അതുവഴിയുള്ള ട്രാൻസാക്ഷൻസ് റെസിപ്റ്റ് ഇല്ലാതെയും അതുപോലെ തന്നെ രേഖകളില്ലാതെയും പൈസ കൈമാറുന്നതിന് ആണ് നമ്മൾ ഈ കള്ളപ്പണം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഗവൺമെൻറ് വളരെ ശക്തമായിട്ട് തന്നെ അതിന് തടയിടാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും പലപ്പോഴും പലരും അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പലരും ഹുണ്ടിക്ക് പൈസ അയക്കുക, നമ്മൾ കുറച്ച് വീണ്ടും കൊളോക്കിയലി നമ്മൾ പറയുകയാണെങ്കിൽ ഹുണ്ടിക്ക് പൈസ അടയ്ക്കുക, നമ്മൾ 3 അടവിന് പൈസ അടയ്ക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം. ഇത്തരം കാര്യങ്ങളിൽ ഒന്ന് പൈസ നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് എവിടെ പോലും പരാതി പോലും കൊടുക്കാൻ പറ്റില്ല. ഇനി ഇത് നടപ്പിലാക്കുന്ന ആളുകളെ കുറിച്ച്, ഇത് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ നിർത്തിക്കൊള്ളുക. കാരണം ഇതിന് വളരെ ഭീമമായ സംഖ്യ ഫൈനും ഒപ്പം തന്നെ ജയിൽ ശിക്ഷയുമാണ് പറഞ്ഞിട്ടുള്ളത്. 5 ലക്ഷം മുതൽ 1 മില്യൺ വരെ ഫൈൻ ഉണ്ടാവാനും അതുപോലെ തന്നെ 10-20 മാസം ജയിൽ ശിക്ഷയും 2-3 കൊല്ലം ജയിൽ ശിക്ഷയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതൊക്കെ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ചിട്ടി നടത്തുക, അതല്ലെങ്കിൽ ഹുണ്ടിക്ക് പൈസ അയക്കുക, അതല്ലെങ്കിൽ 3 അടവിന് പൈസ അയക്കുക, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പണം സുരക്ഷിതമല്ല, മാത്രമല്ല അത് ചെയ്യുന്നവരും സുരക്ഷിതമല്ല. നിയമത്തിന് മുമ്പിൽ അവർ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ശിക്ഷാവിധികളൊക്കെ ഉണ്ട് UAEയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആൻറ്റി മണി ലോണ്ടറിങ് ആക്ട് വളരെ സ്ട്രിക്റ്റ് ആണ്. മാത്രമല്ല അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെ ഈ ഇതുപോലെയുള്ള പ്രവർത്തികൾ നടക്കുന്നുണ്ടെന്നുള്ള ആളുകൾ നമുക്ക് ഇൻഫർമേഷൻസ് കൊടുക്കുന്നുണ്ട് പോലീസിന്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റുകൾ കുറേ നടന്നിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ആൻറ്റി മണി ലോണ്ടറിങ് ആക്ട് വളരെ കർശനമായിട്ട് UAEയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് തന്നെ പ്രവർത്തിക്കുക. യാതൊരു തരത്തിലുള്ള ബൈ ഹാൻഡ് ട്രാൻസാക്ഷൻസും നടത്താതിരിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.